എന്തോ നിക്കുന്ന പോലെ ചെയ്തു. ആരാത്? നോക്കട്ടെ, ആരും ഇല്ലേ തോന്നുന്നു. ഹലോ, ഒരാള് നോക്കി ഇവിടെ മറ്റേ നാട്ടിലത്തെ തോർത്ത് വരെ ഉണ്ട്. വേറെ എന്താ വേണം? എന്താ അവരിങ്ങനെ നടക്കും. എന്ത് രസം നോക്കിക്കേ. ആകെ കൂടെ ഉള്ള ഒരു ആനിമൽ പെർഫോമൻസ് മഞ്ഞു വന്നു ക്രിസ്മസ് ആയിട്ട്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞങ്ങൾ പെട്ടിരിക്കുവാണ് ജോർജിയയിൽ. ഇവർക്ക് എപ്പോഴും ഇതേയുള്ള പണിന്ന് വിചാരിക്കുന്നവരെ ആയിരിക്കും. പക്ഷെ ഇത്തവണ നമ്മൾ പെട്ടത് ഒരു പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു റെസ്ട്രിക്ഷൻസോ അസുഖങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ബൈ ഗോഡ്സ് ഗ്രേസ്. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നത് ഒരു ബഡി ടിക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടിയിലാണ്. സോ അതിൽ സാധാരണ ഫ്ലൈറ്റ്സ് കാലിയാണെങ്കിൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. പക്ഷേ റേറ്റ് ഏകദേശം ഒരു 60-70% കുറവായിരിക്കും. 1 ലക്ഷം രൂപയുടെ ടിക്കറ്റിന് ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് വന്നപ്പോൾ പ്രശ്നമില്ലായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര തിരക്ക്. ടിബ്ലിസി ടു ദോഹ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 4 ദിവസമായി ഇവിടെ. ഞാൻ 4 ദിവസമായിട്ട് ഇവിടെ തന്നെ സ്റ്റക്കാണ്. സോ 4 ദിവസമായിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി 1-2 ദിവസത്തിൽ ടിക്കറ്റ് കിട്ടും. ആൻഡ് ഞങ്ങളിപ്പോൾ എയർബിഎൻബിയിലാണ് താമസിക്കുന്നത്. സോ ആക്ച്വലി ഇവിടുത്തെ ഒരു ലോക്കൽ ലൈഫിലുള്ള രീതിയിലേക്ക് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു ഒരാഴ്ചത്തേക്ക്. കാരണം ഇത് പ്രത്യേകിച്ച് നമുക്ക് ഹൈ ആയിട്ട് വ്ളോഗ് ചെയ്യാനൊന്നും ഇല്ല, അല്ലെങ്കിൽ വെറുതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമില്ല. പിന്നെ ഇവിടെ നിന്ന് ഇനി വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ വിസയൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ വിട്ട് ഇവിടെ തന്നെ ഒരു 2-3 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വെച്ചു. ഓൾറെഡി 4 ദിവസമായി. ഇനി അപ്പോൾ ഒരാഴ്ച എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾ താമസിക്കുവാണ്. അപ്പോൾ എയർബിഎൻബി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അവരതിൽ കുറച്ച് പില്ലോ കവർ ഞാൻ കാണിച്ചു തരാം. എക്സ്ട്രാ പുതിയ പില്ലോ കവേഴ്സും ഷീറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എയർബിഎൻബി ആയതുകൊണ്ട് തുണിയൊക്കെ ഉണക്കായിട്ടിരിക്കുവാണ്. വാഷിംഗ് മെഷീനൊക്കെ തുണിയൊക്കെ ഉണക്കി, ഇവിടുത്തെ ഉണക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. തുണിയൊക്കെ ഉണക്കി ഇനിയിപ്പോൾ ഫുഡ് വാങ്ങാൻ പോകണം. ഈ വെളിയിൽ പോയി ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ ജോർജിയ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഫുഡ് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ പോവാണ്. എന്തായാലും എയർബിഎൻബി ആയതുകൊണ്ട് നമുക്ക് അലക്കാനാണെങ്കിലും സ്പേഷ്യസ്നെസ് ആണെങ്കിലും ഒരു കൺജസ്റ്റഡ് ഫീൽ ഇല്ല. ഒരു ഗസ്റ്റിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. സോ ഇവിടുത്തെ അഗ്രോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ കുക്കിംഗ് ഒന്നും നടക്കില്ല, പക്ഷേ കുറച്ച് ഫുഡ് ആദ്യമേ അവിടെ വാങ്ങിക്കൊണ്ട് വരാം. സാധാരണ ഒരു ഡേ ഇൻ അവർ ലൈഫ് ഇൻ ജോർജിയ ആയിരിക്കും ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരാഴ്ച എക്സ്ട്രാ ഇൻ ജോർജിയ. ന്യൂ ഇയർ തുടങ്ങുന്നത് തന്നെ ഒരു ഫോറിൻ കൺട്രിയിൽ എക്സ്ട്രാ സ്റ്റേ ചെയ്തിട്ടാണ്. ഞാൻ പിന്നെ നമുക്ക് നാട്ടിലേക്ക് പിന്നെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, സാധാരണ ടിക്കറ്റ് എടുത്തു പോകാൻ. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് 1 സൈഡ് ടിക്കറ്റ് തന്നെ 3 പേർക്കൊക്കെ നോക്കുമ്പോൾ 1 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട്. അത്രയും പൈസ എന്തിനാണ് കളയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് മാത്രം എക്സ്ട്രാ വരുന്നല്ലോ. അത് ഞങ്ങൾ ഒരാഴ്ച എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അവർ അധികം റേറ്റ് ഇല്ല. എനിക്ക് ഏകദേശം ഒരു 2,800 റുപ്പീസ് പെർ ഡേക്ക് തന്നു. സോ അത് വലിയൊരു എക്സ്പെൻസ് അല്ല. പിന്നെ ഫുഡൊക്കെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അങ്ങനത്തെ സ്ഥലത്തൊക്കെ കഴിക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ ഡെയിലി സ്വിഗ്ഗിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടി റേറ്റ് കുറവേ വരുന്നുള്ളൂ. സോ ഐ തോട്ട് വൈ നോട്ട് എൻജോയ് ദ സ്റ്റേ ഹിയർ. ആൾക്കൂടെ ഒരു പ്രശ്നം ഇതിൻ്റെ സ്കൂൾ ഒരു 4-5 ദിവസം എക്സ്ട്രാ പോകും. അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ 1 വീക്ക് എക്സ്ട്രാ ആയി ജോർജിയ. തണുപ്പും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെൻഡീസ് എന്ന് പറഞ്ഞൊരു ഫാസ്റ്റ് ഫുഡ് ചെയിനാണ്. ജോർജിയ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ബർഗേഴ്സ് കിട്ടുന്നത് ഡെഫിനറ്റ്ലി ഇവിടെയാണ്. സാധാരണ ഫാസ്റ്റ് ഫുഡിൻ്റെ ടേസ്റ്റ് ഇല്ല. അതിന് തൊട്ട സൈഡിലാണ് നമ്മുടെ അഗ്രോ ഹബ്ബ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ്. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഇവിടുത്തെ റെഡി ടു ഈറ്റ് ഫുഡാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കണ്ട് എന്തോ ഒരു എക്സിബിഷൻ ഹാള് പോലെയുണ്ട് കേട്ടോ. 24/7 ആണ്. അപ്പോൾ പാതിരാത്രി വന്നാലും ഭക്ഷണം കിട്ടും. ആൾക്കാർ കൂടുതൽ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ലേ ഔട്ടൊക്കെ സാധാരണ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ്. പക്ഷെ ഫ്രഷ് ഫുഡിൻ്റെ കളി വേറെയാണ് കേട്ട്. കയറി വരുമ്പോൾ തന്നെ പേസ്ട്രീസ് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. 1200 രൂപ ഉള്ളൂ. ചീസ് കേക്ക്, പംകിനൊക്കെ. ഈ കേക്കിനൊക്കെ 1000 രൂപയുടെ താഴെ ഉള്ളൂ. വലിയൊരു റേറ്റില്ലല്ലോ. പക്ഷേ ഇത് ആദ്യമേ അറിയാമെങ്കിൽ നമുക്ക് ജോർജിയയിൽ 1 മാസം താമസിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ഫ്രോസൺ പിസ്സ വരെ വാങ്ങാം. കാരണം അവിടെ നമ്മുടെ മൈക്രോവേവും ഓവണും എല്ലാം ഉണ്ട്. പെപ്പറോണി പിസ്സയ്ക്കൊക്കെ 400 രൂപയേ ഉള്ളൂ. ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ക്വാളിറ്റി നോക്കിക്കേ. അഡിക്റ്റഡ്. വൈകുന്നേരം ഇതൊരു കോഫിയും കൂടെ ഒക്കെ ഫ്രീക്ക് കൊടുത്തിട്ട് പ്രിയോറെ ജോർജിയ വിട്ടു പോകേണ്ടതെന്ന്. മമ്മിയും ഡാഡിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പൈസൊക്കെ കഴിക്കാമായിരുന്നു. വെജിറ്റബിൾ ഉണ്ട് കുറേ. മഷ്റൂമിൻ്റെ, ബീൻസിൻ്റെ, ആ മീറ്റിൻ്റെ പഫ്സ്, ഹാം ആൻഡ് ചീസ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. കച്ചപൂരി, റൈസിന് ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ഫ്രൈഡ് റൈസ് വിത്ത് സാൽമണ്, അത് നമ്മുടെ
ബിരിയാണി പോലത്തെ റൈസ് ഉണ്ട്, അത് എന്തായാലും മതി. ഇത് കഴിക്കരുത് കേട്ടോ, അത് ഭയങ്കര മധുരം. ഇത് ഡെസേർട്ട് പോലത്തെ റൈസാണ്, ഇതെന്തായാലും എടുക്കാം. ഫ്രൈഡ് സ്പ്രിംഗ് റോൾസ്, ബാർബക്യൂ, ചിക്കൻ, ഫിഷ് ആൻഡ് ചിപ്സ്, പോർക്ക്, ഹോൾ ഗ്രിൽ ചിക്കൻ, ലിവർ വരെ ഉണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും, മുട്ട, റൈസ്, സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈസ് കണ്ടു, അത് ഞാനപ്പോൾ എന്തായാലും എടുത്തു. പിന്നെ കുറച്ച് ഡിസേർട്ട്, ഐസ് ടീ എല്ലാം എടുത്തു. എനിക്ക് ഇവരുടെ ചീസിൻ്റെ വെറൈറ്റിയും കണ്ടിട്ട് ഭയങ്കര ഷോക്കിംഗ് ആണ്. എന്തോരം അത് ഇവരുടെ ഫുഡിലും കാണാം, പക്ഷെ എന്തോരം ചീസിൻ്റെ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ടോം ആൻഡ് ജെറിയിലെ ചീസ് പോലെ ഇല്ലേ. പിന്നെ ഇതൊക്കെ എടുത്ത് റൂമിലേക്ക് പോകാം. എണ്ണയും കൂടെ എടുത്താൽ ഫ്രഞ്ച് ഫ്രൈസ് റൂമിൽ വറക്കാം. പക്ഷെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി സാധനങ്ങളൊക്കെ വാങ്ങി. ശരിക്കും നമ്മുടെ ഒരു നെയ്ബർഹുഡിൽ താമസിക്കുന്നത്, കുട്ടികളൊക്കെ കളിക്കുന്നു, തുണി ഉണക്കിട്ടിരിക്കുന്നു. ഒരു ഹോട്ടലോ അല്ലെങ്കിൽ എന്താ ഒരു വേറൊരു കൺട്രിയുടെ ഫീലിംഗ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നില്ല. ഇത്രയും ദിവസം ആയതുകൊണ്ടായിരിക്കും. നല്ല മണം. ഹലോ, ഞാൻ എന്ത് ചെയ്തു? നീ പറയണായിട്ട് ഞാനും ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത പോലെ. എനിക്ക് വേണ്ട കച്ചപ്പൂരി. ഫുഡ് ശരിയായ പ്രശ്നങ്ങളില്ല കേട്ടാ. എന്താ ഫുഡ് ശരിയായ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും. ഫുഡ് ശരിയായില്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് ദേഷ്യം വരും. നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഫുഡിന് ഭയങ്കര നിർബന്ധിത പ്രിയ അല്ല. ഞാൻ ഓപ്പോസിറ്റാ. ഞാൻ ഒരു ബ്രെഡും എന്തെങ്കിലും ഒരു മീറ്റ് കിട്ടിയാൽ ഞാൻ റെഡിയാ. പ്രിയക്ക് അതൊന്നും പറ്റില്ല, ഫ്ലേവർ വേണം. അതുകൊണ്ട് ഇന്ന് ഞാൻ സ്പ്രെഡ് വാങ്ങിയിരിക്കുന്നതും കുക്ക് ചെയ്യുന്ന എല്ലാം കൂടെ നോക്കിയോ. ഇപ്പൊ ഒരു മണം കിട്ടുന്നുണ്ടോ? എന്താന്ന് അറിയോ? പുഴുങ്ങിയ മുട്ട ഒരെണ്ണമുണ്ട്, ബിരിയാണി പോലെ. ഇത് സ്വീറ്റ് പൊട്ടേറ്റോ ഫ്രൈ. അതൊക്കെ കമ്പഴിച്ചോ? സ്വീറ്റ് പൊട്ടേറ്റോ വാങ്ങിച്ചാ തിന്നാ പോരെ. എന്തെങ്കിലും ഒരു കറമുറ കിട്ടിയാ മതി. ഒരു മുട്ട പുഴുങ്ങിയതായാലും കുഴപ്പമില്ല. അതുകൊണ്ട് മുട്ട പുഴുങ്ങിയതുണ്ട്. നമുക്ക് മുട്ട പുഴുങ്ങിയതിന് മേലെ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് വെറുതെ ബിരിയാണി ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ ഐസ് ടീ ഉണ്ട്, സ്വീറ്റ് പൊട്ടേറ്റോ ഫ്രൈസ് ഉണ്ട്, പംകിൻ ചീസ് കേക്കും ഉണ്ട്. അപ്പൊ പക്ഷെ കച്ചപ്പൂരി കഴിക്കുന്നേക്കാളും ഒരു ആഘോഷം ആവട്ടെ. എന്തായാലും എക്സ്റ്റെൻഡ് ആയി. പിന്നെ വിഷമിച്ചിരുന്നൊരു കാര്യമില്ലല്ലോ. നല്ല ഭക്ഷണവും കഴിച്ച് വൈകുന്നേരം വെറുതെ ഒരു പാർക്കിലൊക്കെ നടന്ന് ഇവിടുത്തെ ലോക്കലിനെ പോലെ ജീവിക്കാം. ഷ്രെഡഡ് ചിക്കൻ മാത്രം വരുന്നുള്ളൂ വിത്ത് ടൊമാറ്റോസ്. സവാളയൊക്കെ നമ്മൾ തന്നെ ആഡ് ചെയ്തതാ. പക്ഷെ ഇതിലുണ്ടല്ലോ കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ച് ക്രഞ്ചിനെസ് തോന്നി. കുഴപ്പമില്ല, ഇത്രയും കിട്ടിയതൊക്കെ സന്തോഷിക്കുക. ഇത് സാൽമൺ ഫ്രൈഡ് റൈസ്. ഇത് ഒരു സംഭവമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. സ്വീറ്റ് പൊട്ടേറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ആംസ്റ്റർഡാമിൽ ഇത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ ടേസ്റ്റ് ഭയങ്കര ഹെൽത്തിയാണ്. ഫ്രൈ ആണ്. പംകിൻ ചീസ് കേക്ക്. ഇതൊരു സെയിന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്, പുഴുങ്ങിയ മുട്ട, നമ്മുടെ ബൊർജോമി ലെമണേഡ്. ഇത് വേണം വേറെ. ഇന്നത്തെ ഫീസ്റ്റ് നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് വ്ളോഗ്സ് അടിച്ചുകൊണ്ട് ഷോപ്പിന്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാം ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. ഒരു ഇപ്പോൾ നമ്മുടെ ഒരു ട്രഡീഷണൽ ജോബോ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് അവിടെ വേണ്ട, അർജന്റായിട്ട് വേണ്ട ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ പൈസ കൊടുത്ത് പോകേണ്ടി വരാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് എവിടെ ഇരുന്നാണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളാണെങ്കിലും എവിടെ ഇരുന്ന് മാനേജ് ചെയ്യാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ഫോർ എ വൈൽ. സോ അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഈ ഒരു ചുറ്റുപാടൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങുവാണ്. ഒരാൾ നോക്കി ഇവിടെ മറ്റേ നാട്ടിലത്തെ തോർത്ത് വരെ ഉണ്ട്. വേറെ എന്താ വേണം? ഞങ്ങള് കൊറേ പോയപ്പോ ഇന്ദ്രേട്ടന്റെ അനിയന്റെ കൂടെ, എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞ ഞാൻ എനിക്ക് തല വാഷ് ചെയ്യുമ്പോ എനിക്ക് ഇത് വേണം. കട്ടിയിലെ ടൗല് വെച്ച് എനിക്ക് തുടയ്ക്കാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യും കേട്ടോ. അപ്പൊ ഇത് ഞാൻ കൊണ്ടുപോയി. അപ്പൊ മമ്മി എന്ത് ചെയ്തു? മമ്മി ഒരെണ്ണം കൊണ്ടുവന്നു. അവിടെ ഏതോ നമ്മള് കൊറിയയുടെ ഏതോ ഒരു മെട്രോ സ്റ്റേഷനിൽ കേറാൻ കാത്തിരിക്കുക. ഞാനും മമ്മി ഭയങ്കര അടി കേട്ടാ. എവിടെ തോർത്ത്, എവിടെ ആ തോർത്ത് ഞാനാണ് അവിടെ കൊണ്ടുവന്ന് ഉണക്കാനിട്ടെ, മമ്മി എന്തിനാ എടുത്തേന്നു ഭയങ്കര അടി. അപ്പൊ ഇന്ദ്രട്ട് ദൂരെ കണ്ടിട്ട് നിങ്ങൾ എന്താ ഇവിടെ കുറെ നേരം ഇപ്പൊ ട്രെയിൻ വരുമ്പോ എന്ത് സംസാരിക്കണം? അതെ പ്രിയ നാട്ടിൽ നിന്ന് ഒരു തോർത്ത് കൊണ്ടുവന്നു, അത് ഞാൻ എടുത്തേന്നാണ് അടിന്ന് പറഞ്ഞിട്ട് ഇന്ദ്രേട്ടൻ തോർത്തിന്റെ കഥ. അതെ, തോർത്ത് ഒരു കൊറിയയിൽ ഈ തോർത്ത് പ്രിയക്ക് ബസ്സിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്കും ഭയങ്കര പ്രശ്നമാണ്. സോ എവിടെ യാത്ര ചെയ്താലും തോർത്തുണ്ട്. സോ അതൊക്കെ ഇപ്പൊ തലയൊക്കെ കുളിച്ച് ഇറങ്ങി വെളിയിലേക്ക് പോവാണ്. തോർത്ത് എന്തായാലും കൂടെ ഉണ്ട്. അതെ, ബാ വേദു. ദേ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് വേദുവിന് വലിയ ആളെ പോലെ പെർഫ്യൂം വേണമെന്ന് പറഞ്ഞിട്ട്, ഇത് കുട്ടികളുടെ പെർഫ്യൂം ആണ്, അത് വാങ്ങിയിട്ടുണ്ട്. മിറാക്കുലസ് ആണോ? എന്നാ ബാ.
ഇതിനൊക്കെ ഉപരി ഇവിടെ ഇന്ന് ക്രിസ്മസ് ആണ്. സോ ക്രിസ്മസ് ഇത് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയിൽ ഇത് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ ഇതും കൂടെ കാണാൻ വേണ്ടിയായിരിക്കും ഞങ്ങളുടെ ഇവിടെ എക്സ്റ്റെൻഡ് ആയത്. ആൻഡ് ഇവർക്ക് ക്രിസ്മസിന് ഒരു സ്പെഷ്യൽ സർക്കസ്, ടിബ്ലിസി സർക്കസ് ഇസ് വെരി ഫേമസ്. സോ വൈകുന്നേരം നമ്മൾ അതിനൊന്ന് പോകുന്നുണ്ട്. അതല്ലാതെ ഇവരുടെ ക്രിസ്മസ് പ്രൊസഷൻ കാണാൻ പറ്റുന്ന ഭയങ്കര ഭാഗ്യമാണെന്ന് പറയുന്നത്. എനിക്കൊന്ന് എല്ലാവരും ഏഞ്ചൽസ് ഒക്കെ ആയിട്ട് ഡ്രസ്സ് ചെയ്യും. അത് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. സോ അതിനുവേണ്ടി സ്ട്രീറ്റ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യേ. സോ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണണം. ക്രിസ്മസ് പ്രൊസഷൻ ഓഫ് ജോർജിയ. ഇവരുടെ ക്രിസ്മസ് നമ്മുടെ 25th നടക്കുന്നത്. സോ എന്തായാലും അതും കൂടെ കാണാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായിപ്പോയി. നമ്മള് എപ്പോ പോണ്ടതാ, എന്നിട്ട് ഇവിടുത്തെ ക്രിസ്മസ് വരെ കൂടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ചിലപ്പോ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാതായിരിക്കും. കറക്റ്റ് ആയിട്ട് ഇവിടെ വരെ വന്നിട്ട് ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ പക്കല്ല. റഷ്യയിലൊക്കെ ഈ ടൈമിലല്ലേ? എന്താന്ന് അറിയില്ല ഇവരുടെ കലണ്ടർ പ്രകാരം. അല്ലെങ്കിൽ ഒന്ന് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിന് അപ്ലാന്ന് തോന്നുന്നു. എന്തായാലും അവരുടെ മാർച്ച് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. തുടങ്ങി കറക്റ്റ് ടൈമിന് നമ്മൾ എത്തി. ഞാൻ വിചാരിച്ചു ഇത് ഫുൾ ടിബ്ലിസിയുടെ ഈ ഒരു മെയിൻ ഏരിയ കൂടെ ഒക്കെ നടക്കുവേ. അപ്പൊ നമ്മൾ മിസ് ചെയ്താൽ പിന്നെ നമുക്ക് എവിടെ പോയി കാണണം എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഭാഗ്യത്തിന് ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. തുടങ്ങുന്നതിന് മുമ്പ് കിട്ടി. എന്ത് ഭംഗി എന്ന ടിബ്ലിസിനെ കാണാൻ. നോക്ക്, ഭയങ്കര ഭംഗി. തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യം ഇത് കാണാൻ പറ്റിയത് കേട്ടാ. വെരി ഹാപ്പി. മനസ്സിനൊരു ഭയങ്കര സന്തോഷം. മണം വരെ കിട്ടുന്നുണ്ട്. പുകയ്ക്കുന്നതിന്റെ മണം. ശരിക്കും ആ ചേർച്ചിനകത്തോളം മണം. അതിൽ ഞാൻ കേട്ടത് ഏറ്റവും കൂടുതൽ കുട്ടികളായിരിക്കെ. കുട്ടികള് ഈ ഒരു ഡ്രസ് ഏഞ്ചൽസം പോലെ ഡ്രസ് ചെയ്യുന്ന കേട്ടെ. അതിൻ്റെ കൂടെ ആന, ഒട്ടകം അങ്ങനത്തെ ഒക്കെ ഒരു ആനിമൽസിനെയാണ് കൊണ്ടുവന്നത്. ആനയും ഒട്ടകവും പുകയ്ക്കുന്നുണ്ട് അവര് മൊത്തം. കണ്ട, അതുകൊണ്ടാണ് ഇത്രയും നല്ല മണം ഇവിടുന്ന്. ഓ, അത് വലിയൊരു ടബിലിട്ടാണ് പുകയ്ക്കുന്നത്. ഓ, അടിപൊളി. ഇവര് പാട്ട് പാടി ടിബ്ലിസി വിൽ ട്രൂലി ഫീൽ ക്രിസ്മസ് ടുഡേ. ഞാൻ കേട്ടിട്ടുണ്ട് അവര് ഷെപ്പേർഡ്സിനെ പോലെയൊക്കെ ഡ്രസ് ചെയ്ത് പോകും എന്നാണ് കേട്ടിരിക്കുന്നത്. എനിക്കൊന്നൊരു ക്രിബും കാണുമായിരിക്കും ചിലപ്പോൾ, ബേബി ജീസസിനെ റെപ്രസെന്റ് ചെയ്ത്. നോക്ക്, കുട്ടികളെ ഷെപ്പേർഡ്സിനെ പോലെ ഡ്രസ് ചെയ്തത്. ഇവരൊക്കെ ഷെപ്പേർഡ്സ് ആണ്. ഇവരാണ് ഹേർഡ് ലീഡ് ചെയ്യുന്നത്. ബാക്കിൽ ഇത് പുള്ളക്കാട്ട് പോലത്തെ നല്ല രസമല്ലേ. ഫുൾ കുട്ടികളാ. അതൊരു യുണീക്നെസ്സാ. ഫുൾ കുട്ടികളാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം പ്ലേ ചെയ്യുന്നത്. ഫ്രണ്ടിലും കുട്ടികള്. പ്രിയാതെ ഒരു ടിപ്പിക്കൽ അമ്മയായിട്ട്, ഒരു ഇന്ത്യൻ മോമായിട്ട് എല്ലാം അർത്ഥപ്പിടിച്ച് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് കേട്ടാ. ഏതുവിനാണെങ്കിൽ നിന്നത് മതിയായി. മതി, തുടങ്ങാൻ പോവാ. അവരിങ്ങനെ നടക്കും. ഇനി എന്ത് രസം നോക്കിക്കേ. നോക്ക്, പുള്ളക്കാട്ട്, ഡോങ്കി. കുട്ടികള് ഇതുപോലെ ഷെപ്പേർഡ്സിനെ പോലെ ഡ്രസ് ചെയ്യും. എനിക്ക് ബാക്കിൽ മറ്റേ മണമുള്ള പുക വിട്ടുകൊണ്ടുള്ള വണ്ടി എല്ലാം ഉണ്ട്. ഫുൾ സെറ്റപ്പ് ഉണ്ട്. എന്നിട്ട് ഈ പോകുന്ന വഴിക്കൊക്കെ ഈ കുട്ടികൾക്ക് ഫുഡും. എന്ത് ബേബീസ് ആട്ടോ അതൊക്കെ. പാരന്റ്സ് ഒന്നും ഇല്ലാതെ പോവാൻ തോന്നുന്നു. ഫ്രണ്ടിൽ നടക്കുന്ന കൊച്ചിന്റെ സൈസ് നോക്ക്, തീരെ ചെറുതാ. അടിപൊളി. എന്തായാലും ഇത് ബേബിനെ വരെ എടുത്തോണ്ട് പോകുന്നു. ഹാർഡ് കോർ റിലീജിയസ് കൺട്രിയാണ് ജോർജിയ. ഈ ആനയുടെ മുകളിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ എന്തായാലും ന്യൂസിലും ഫോട്ടോ ഒക്കെ പേപ്പറിൽ വരും കേട്ടാ. അതുകൊണ്ട് ഭയങ്കര ഇതായിരിക്കും അവർക്ക്, ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അപ്പൊ ക്യാമലിനെ ഇവര് പൊക്കിക്കൊണ്ട് നടക്കണം പറയും ഇത്രയും ദൂരം. അറബികളും ഉണ്ട് ബാക്കില്. അടിപൊളി. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞങ്ങളും കുറച്ച് ദൂരം ഇവരുടെ കൂടെ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ആംബിയൻസും ഈ ഒരു ഫീലും ഇതൊന്നും ലൈഫിൽ ഇനി ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. സോ കുറച്ച് ദൂരം ഇവരുടെ കൂടെ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. കൂടെ നടക്കാൻ പറ്റുന്ന ഒരു ഹോളി ബ്ലെസ്സിങ് ആയിട്ടാണ് ഇവർ കരുതുന്നത്. സോ വേദവും ബ്ലെസ്ഡ് ആയിട്ടുണ്ട് കുട്ടികളിൽ. ഭാഗ്യമല്ലേ അതൊക്കെ. ഇത് ചിലപ്പോൾ ലൈഫിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ടിബ്ലിസി സൈലൻസില്ല. ഇവരുടെ പാട്ട് മാത്രം കേൾക്കാം. ഒരു വണ്ടി, ഒരു ഹോണ്, പോലീസ് വണ്ടി, ഒന്നിന്റെ സൗണ്ട് ഇല്ല. പോന്നു അമ്മയും മോനും.
ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് കേട്ടോ. ഇവരുടെ ആൾക്കാർക്ക് യൂറോപ്പിൻ്റെ ഭാഗമാവണം, പക്ഷെ ഇപ്പോഴത്തെ ഗവൺമെൻറ് യൂറോപ്പിൻ്റെ ഭാഗമാവണ്ട, റഷ്യയുടെ ആൾക്കാരാണ്. അതിൻ്റെയാണ് പ്രൊട്ടസ്റ്റ്. മനസ്സിലായോ? വി ആർ യൂറോപ്പ്. ഭയങ്കര പ്രൊട്ടസ്റ്റ് ഇവിടെ. എനിക്കൊന്നും ഒരു 1 മന്തിൻ്റെ മുകളിലായി. ടിബ്ലിസി സർക്കസ് കാണാൻ വന്നിരിക്കുവാണ്. ഗ്രിഞ്ചിൻ്റെ ഒക്കെ സ്പെഷ്യൽ എഡീഷനാണ്. ശബരിമല കയറുന്ന പോലെ ഒരു കയറ്റം ഉണ്ട് പ്രിയ. ഇനി അമ്പോ ഒന്നും പറയാതിരിക്കും. സർക്കസ് കാണാനാണോ സർക്കസ് ചെയ്യാനാ വന്നിരിക്കുന്നത്? ചെയ്തോണ്ട് കേറിക്കോ. വരണ്ട, ഇവിടുത്തെ വയസ്സാര് അറിയാലോ, ഒരു കാലം വെച്ചാണെങ്കിലും കേറും. ഫുൾ സോൾഡ് ഔട്ട് ആണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം നോക്കിയപ്പോൾ ഫുൾ സോൾഡ് ഔട്ട് ആണ്. ഇത്തവണ എനിക്കൊന്ന് ലാസ്റ്റ് ഒരു 5 ടിക്കറ്റിൽ 3 ടിക്കറ്റാണ് നമുക്ക് കിട്ടിയത്. എക്സ്പെൻസീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് ഇസ് ലൈക്ക് നാട്ടിലത്തെ ഒരു 500 റുപ്പീസ് ആണ്. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 1200 ടിക്കറ്റാണ്. അത് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ. കുറേ സ്റ്റെപ്സ് ഉണ്ട് കയറാനായിട്ട്. ഇനി സ്നാക്സ് ഒന്ന് സർക്കസും കാണാം, പിന്നെ അവിടെ ടിബിലിസി മൊത്തം കാണാം. അതും കാണാം. സത്യ അത്രയും മുകളിൽ ഒരു മല കയറുന്ന പോലെയാ. എനിക്കത് ഇതൊക്കെ റഷ്യക്കാരുടെ കാലത്ത് പണിത്. ഇവിടെ എല്ലാം മിക്കതും അങ്ങനെയല്ലേ. ഒന്നും റെനോവേഷൻ, ഒന്നും മോഡേണൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ല. മെട്രോ ആണെങ്കിൽ എന്താണെങ്കിലും അവരുണ്ടാക്കി വെച്ചത് കൊണ്ട് ഇവരിങ്ങനെ ജീവിക്കുന്നു. കണ്ട, ഇനിയാണ് അങ്ങോട്ട് ഒരു കയറ്റം. ഓ, ഒരു ഗ്രാൻഡ് ഹാളൊക്കെ പോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഉറപ്പാ ഇതൊരു ഒന്ന് പോയിക്കാ ഒരു റൊണാൾഡോയുടെ ഹൗസ്. ഇതൊരു 100-200 വർഷം പഴക്കം കാണും കേട്ടോ ഈ ബിൽഡിംഗ്. ബിൽഡിംഗ് ഒക്കെ അന്നത്തെ കാലത്ത് പോലെ തന്നെ ഇരിക്കുന്നു. കാർ ഇവിടം വരെ വരുമായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ടാക്സി ചെയ്തുകൊണ്ടായിരിക്കും വരാതിരുന്നത്. പ്രിയനോട് പറയട്ടെ. അപ്പോൾ പ്രിയ ഒരു ഡയലോഗ് ഇറക്കും. ഇതേ വരുന്നുണ്ട്, നിന്ന് വരുന്നുണ്ട് അവിടുന്ന്. വെൽക്കം. കാർ ഇവിടം വരെ വരുമായിരുന്നു. കണ്ടാ, ഫുൾ കാറാ. പിന്നെ ജോർജിയൻ ഭാഷ മനസ്സിലാവുന്ന ഒരാളാ. ആള് ചോദിച്ചാന്ന്. വാ, സൂപ്പർ ആയിരുന്നില്ലേ കയറ്റം? ഭയങ്കര പോപ്പുലർ പരിപാടിയാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര റഷ്, ഉന്തും തള്ളും ഒക്കെ. നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ഓർമ്മ. എനിക്കൊന്ന് പ്രിയ ആയിരിക്കും പെർഫോം ചെയ്തിരുന്നത്. അതായിരിക്കും ഇവിടെ കൂടെ കയറ്റി വിട്ടെ. ഒന്നാലോചിച്ച് പ്രിയ സർക്കസ് ചെയ്യുന്നത്. വേദു സർക്കസ് ചെയ്തോ? വേദു അമ്മയും കൂടെ. സെറ്റപ്പ് പഴയ USSR സെറ്റപ്പാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് മൊത്തം. ഞങ്ങളുടെ ഫ്രണ്ട് സീറ്റ് തന്നെയാണ്. എക്സ്പെൻസീവ് സീറ്റിൻ്റെ ഒരെണ്ണം കിട്ടിയത്. എന്തായാലും നന്നായി. ഒരു തവണയിലേ കാണുള്ളൂ. അടുത്തിരുന്ന് കാണാം. തൊട്ടടുത്തത് നമ്മുടെ ഏതോ ചാടാൻ ഇവിടെ ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ ഡെയിലി ചാട്ടമാ. ഓ, താരം തുടങ്ങി. എല്ലാരും എന്തൊരു എക്സൈറ്റ്മെന്റാ. ഫുൾ ക്രൗഡ്, ഫുൾ കുട്ടികളാണ് കേട്ടോ. ഭയങ്കര ഓപ്പണിംഗ് ആക്ടാന്ന് തോന്നുന്നു. വരുന്നുണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ. ക്രിസ്മസ് സ്പെഷ്യലാണ്. നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഇത് കാണാൻ പറ്റില്ല. ഇത് പപ്പാനി ആൻഡ് ഗ്രിഞ്ചിന്റെ കഥയാണ്. ശരിക്കും ക്രിസ്മസിന് എന്നൊരു മാജിക്കൽ ഫീലിംഗ് ആണ് ഇത് കാണുമ്പോൾ. എന്തൊരു പ്രൊഡക്ഷൻ വാല്യൂ. സർക്കസിനെ കാട്ടിക്കൊണ്ടൊരു ഷോ പോലെ തോന്നുന്നുണ്ട്. ഞാൻ പറയാം, ശരിക്കും ഒരു ഷോ പോലെയാ തോന്നുന്നത്. 5 മിനിറ്റാണ് ആ ലേഡി ഒരു സപ്പോർട്ടും ഇല്ലാതെ എയറിൽ പെർഫോം ചെയ്തത്. അടിപൊളിയായിട്ടുണ്ട്. വേദുന്റെ ആളെത്തി. ഹാപ്പി ആയോ? ഇതുപോലത്തെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ട്. ഇവരെത്ര തവണ ക്ലാപ്പ് ചെയ്യാൻ പറയുന്നു അതനുസരിച്ച് ക്ലാപ്പ് ചെയ്യണം. ഭയങ്കര രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. 1 2 കറക്റ്റ്. അപ്പോൾ ഇവർ 1 എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റേ ചെയ്യും. നോക്കിക്കോ പ്ലീസ് ഇത് കറക്റ്റ് ചെയ്യാൻ. ഒരു തവണ ഓക്കെ. ഏതോ ഒറ്റ ക്ലാപ്പിങ് കേട്ടല്ലോ. 1
ഫസ്റ്റ് ആനിമൽ വരുന്നത്. ഡോഗാണ്, ക്രിസ്മസ് പപ്പാനിയുടെ ഡോഗ്. ഇടയ്ക്ക് അവർ ഇതുപോലെ ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ട് പോകും കേട്ടോ. അത് ഭയങ്കര ഇന്ററാക്റ്റീവ് ഷോയും കൂടെയാണ്. ഭാഷ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതെടുത്തു കൊടുക്കാൻ ഇയാള് ചെയ്ത പോലെ ഇയാളും ചെയ്യണം. ഓഡിയൻസ് നല്ല സ്പോട്ടാട്ടോ ആൾക്കാരൊക്കെ. അടിപൊളി. കഴിഞ്ഞു, ഷോ കഴിഞ്ഞു. പക്ഷെ നല്ല കാര്യം എന്താണെന്നറിയോ, സാധാരണ സർക്കസ് പോകുമ്പോൾ എല്ലാവരും കുറ്റം പറയും ആനിമൽസ് ഉണ്ടെന്ന്. ഇത് ഒരു രീതിയിലും ഇല്ല. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഷോ ആണ്, സ്റ്റേജ് ഷോ. കണ്ണാടിക്ക് നോക്കിയാൽ മതി പറയാ. എന്ത് ഞാൻ ഗൊറില്ലയാണെങ്കിൽ ഉറാങ്കുട്ടാൻ. ആ ലുക്കും ആ ഭാവങ്ങളും സ്വഭാവവും കഴിഞ്ഞിട്ടില്ല കേട്ടോ. 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ കഴിഞ്ഞു എന്ന്. ഹാഫ് ടൈം ആണ്. അപ്പോൾ ടോട്ടലി വേർത്തിയ മണിയാണ്. ഒരു ഷോ പോലെയാണ്. ചിലപ്പോൾ ഒരു മങ്കി വരാൻ സാധ്യതയുണ്ട്. ഈ മങ്കി അല്ല, ശരിക്കുള്ള മങ്കി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ഏകദേശം വേദുവിനെ കാട്ടി ഒരു 1-2 വയസ്സ് മൂത്തുള്ളൂ കേട്ടോ. ഭയങ്കര ആക്രോബാറ്റിക്സ് ഈ കുട്ടി. അടിപൊളി, എന്തൊരു ടാലന്റ്. ആകെ കൂടെ ഉള്ള ഒരു ആനിമൽ പെർഫോമൻസ് മങ്കി വന്ന് ക്രിസ്മസ് ആയിട്ട്. കൊള്ളാലോ, സ്റ്റാർ പെർഫോമൻസ്. ശരിക്കും 2 മനുഷ്യർ പെർഫോം ചെയ്യുന്ന പോലെ ഉണ്ട്. ഇതിനെ കൊണ്ട് അധികം ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ. മാക്സിമം ഒരു 5 മിനിറ്റ്സ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോവാണ്. ഇവരുടെ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ ഇവർ നോക്കുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. ജോർജിയക്കാർക്ക് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണല്ലോ. പിന്നെ എല്ലാവരും ഹാപ്പി ക്രിസ്മസ് വിളിച്ച് എല്ലാവരും വരുന്നുണ്ട് പെർഫോം ചെയ്യാനായിട്ട്. ഫൈനൽ പെർഫോമൻസ് ആണ്. അടിപൊളി. 2 hours ആണെന്ന് തോന്നുന്നു ഷോ. അടിപൊളിയായിരുന്നില്ലേ? സൂപ്പർ അല്ലേ? ഒരിക്കലും മറക്കാത്ത ജോർജിയൻ ക്രിസ്മസ്. ഡിന്നർ വീട്ടിൽ പോയി കുക്ക് ചെയ്യാം. അല്ല, ക്രിസ്മസ് ആണല്ലോ ഇന്ന്. ഡബിൾ സർക്കസ്. ഇപ്പൊ ഇത്രയും ദിവസം ഇവിടെ ആക്ച്വലി ഞാൻ വ്ളോഗൊക്കെ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരുന്നതാണ്. ശരിക്കും നമ്മള് ഒരു 3rd നാട്ടിലേക്ക് പോകേണ്ടതാണ്, December 3rd. പക്ഷെ ഇവിടെ ഇപ്പൊ സ്റ്റക്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കുറച്ച് വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. പക്ഷെ അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ലോക്കൽ ഫീല് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിളിസിയുടെ. ഇപ്പൊ എന്താ അറിയോ, ഗൂഗിൾ മാപ്പ് ഒന്നും വേണ്ട. ഈ അടുത്ത ഏരിയയിലൊക്കെ നടന്നു പോകാനായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പിന്റെ ഒന്നും ആവശ്യമില്ല. വഴി അത്രയും പരിചയമാണ്. ജോർജിയൻ എല്ലായി ലോക്കലായി. തണുപ്പ് കൊണ്ടിട്ടേ ഒരു കാര്യം കാണില്ല. അതല്ലേ പറഞ്ഞേ, ഇനി കുറച്ചും കൂടെ പക്ക ലോക്കൽ അവൻ ഒരു കാര്യം കൂടെ ചെയ്താൽ മതി. വൈൻ ഷോപ്പിൽ കയറി 2 വൈൻ അടിക്കാൻ തുടങ്ങും ഡെയിലി. കണ്ടോ, ഞങ്ങക്ക് 2 പേർക്കും അല്ലേ? ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജോർജ് എന്തൊരു ഭംഗിയല്ലേ. ഒരു പക്ക യൂറോപ്യൻ ഫീലുള്ള ഒരു റിവറ്, മറ്റേ ലൈറ്റ്സ്, പഴയ ബിൽഡിങ്സ് ഒന്നും അല്ലെങ്കിൽ ഇതേ അപ്പുറത്ത് കുതിര വണ്ടി എല്ലാം ഉള്ള ഒരു സെറ്റപ്പ് പോലെ തോന്നും. പക്ഷെ ആ കൂടി ഒരു ചെറിയ ഏരിയ മാത്രമേ ഉള്ളൂ ജോർജിയ ടിബ്ലിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാട്ടിപ്പോ എന്ത് ചെയ്യും പറയാ, നമ്മള് ഇങ്ങനെ ഈവനിങ് ഡെയിലി വാക്സ് ഒക്കെ മിസ് ചെയ്യില്ലേ? ഏത് വ്ളോഗ്? തണുപ്പത്ത് ഡെയിലി ഈവനിങ് ഇവിടെ വരിക, ഒരു ഡോണട്ട് കഴിക്കുക, ഒരു ഹോട്ട് ചോക്ലേറ്റ് കഴിക്കുക, ഒരു 2 മണിക്കൂർ ഇവിടെ ഹാങ് ഔട്ട്. ഇതാണ് ഞങ്ങളുടെ ഡെയിലി റൂട്ടീൻ കേട്ടോ. ഡെയിലി ഈവനിങ് ഞങ്ങൾ വരും. ഞങ്ങളുടെ ഈവനിങ് പരിപാടി ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് സിനിമ കാണുക. ഒരു ഹോട്ട് ചോക്ലേറ്റ് പോപ്കോൺ ഒക്കെ വാങ്ങി ഇവിടെ ഒന്ന് സിനിമ കാണുക. ഷോ സ്ഥിരമുള്ള സീറ്റുമാണ്. എന്തായി? ഓ
ഇത് ഫ്രോസൺ ആണെന്ന് തോന്നുന്നു. അല്ല ഫ്രോസൺ അല്ല, ഗ്രിഞ്ചിന്റെ സിനിമയാ. അത് ഇത് ഗ്രിഞ്ചാ. ഇത് ഗ്രിഞ്ച് ഇപ്പൊ ഈബിൾ ആവും കുറച്ച് കഴിയുമ്പോ. ഒരു ദിവസം വന്ന് കഴിച്ചതിൽ ഏറ്റവും നല്ല ഫുഡ് ഇവിടെയായിരുന്നേ. നമ്മുടെ ഈ ക്രിസ്മസ് മാർക്കറ്റിന്റെ തൊട്ട് ഓപ്പോസിറ്റ് മേളില് റൂസ്റ്റർ എന്ന് പറഞ്ഞത് നല്ല ഫുഡായിരുന്നു അന്ന്. പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. ഇന്ന് രാത്രി ഞാൻ നഗറ്റ്സ് ബർഗർ ഉണ്ടാക്കാൻ പോകുന്നത്. നഗറ്റ്സ് വെച്ച് ബർഗർ. ബഡ്ജറ്റായി, ഫുൾ ബഡ്ജറ്റായി. വാ, അതെ, ബഡ്ജറ്റ് ലിവിങ്. ഒയ്യോ, അപ്പൊ മറ്റേ വൈൻ മാത്രം കുടിച്ച് ജീവിക്കും. വൈനും ബ്രെഡും, പണ്ടത്തെ കാലം പോലെ. വൈൻ ആൻഡ് ബ്രെഡ് ഉള്ളി. മറ്റേ സോഫ്റ്റ് ബ്രെഡ് ഇല്ല, സാധാരണ ബർഗർ ബണ്ണെങ്കിലും കിട്ടും. ഇത് അതില്ല, കംപ്ലീറ്റ് മറ്റേ കല്ല് പോലത്തെ ബ്രെഡാ. ഇത് ബാഗ് വെച്ച അല്ലല്ല, അതായിരിക്കും ചിലപ്പോ. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനത്തെ. ഇതാണ് ഒറിജിനൽ ബ്രെഡ്, അറിയോ? എന്റെ പല്ല് ഞാൻ 2 നേരം പല്ലിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഓ, എന്തൊരു കൗണ്ടർ. എന്താ എന്താ? എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാലും ഇവിടുത്തെ പിള്ളേരൊക്കെ ഇവിടെ വിളിക്കുന്ന പലകാന്നാണ് നമ്മുടെ മലയാളി പിള്ളേര്. അവസാനം കിട്ടി പ്രിയ. അല്ലല്ല, സോഫ്റ്റാ. ഇങ്ങനെ സൈഡിൽ പ്രസ് ചെയ്യാം. കണ്ടാ? ഇതും നഗറ്റ്സും ചീസും വെച്ച് ഒരു പിടുത്തം പിടിച്ച ഭയങ്കര ടേസ്റ്റ്. എനിക്കൊരു തക്കാളിയും കഷ്ണിച്ച് വെക്കാൻ. ഇത് ബസ് സ്റ്റാൻഡാണ്. എല്ലാ ബസ്സും AC ഒക്കെയാണ് ഇവിടെ. വോൾവോ ആണ്, മറ്റേ ലോ ഫ്ലോർ. ഇവിടെ തന്നെ ഇതുപോലെ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫോണും എല്ലാം റീചാർജ് ചെയ്യാമെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു മൾട്ടിപ്ലിഷനാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്രയും പൈസ ഒന്നും ഇല്ലാത്ത രാജ്യമാണെങ്കിലും ഇതൊക്കെ നല്ല സിസ്റ്റമാറ്റിക്. കണ്ടാ, ബസ് ഏത് ടൈമിൽ വരും, എത്ര ടൈം ഇവിടെ എടുക്കും, എല്ലാം അറിയാൻ പറ്റും. അത് നല്ലതല്ലേ, ലൈവ് അപ്ഡേറ്റ്സ്. എന്തോ നിൽക്കുന്ന പോലെ ചെയ്തു. ആരാത്? നോക്കട്ടെ, ആരും ഇല്ലേ തോന്നുന്നു. ഗോസ്റ്റ് പോയി. അയ്യോ, ശരിക്കും പേടിച്ചു കേട്ടാ. അല്ലെങ്കിലേ പേടിക്കും ഈ രൂപം കണ്ട. ഇനി ഇത് ഇപ്പൊ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്ന ഫീലിംഗ് ആണ്. ഒരു ബ്ലാങ്കറ്റ് ഒക്കെ മാറ്റാനുണ്ട്. പ്രിയ, ഷീറ്റും ബ്ലാങ്കറ്റ് ഒക്കെ മാറ്റാനുണ്ട്. ഞാൻ ആ ടൈമില് ഡിന്നർ കുക്ക് ചെയ്യാം. നാട്ടിലാകുമ്പോ എന്തൊരു സൗകര്യമായിരുന്നു, ഒന്നും അറിയണ്ട. ഇത് സ്വന്തം വെയിറ്റ് ആണോ? ഓക്കെ ഗൈസ്, അങ്ങനെ ബാക്ക് ടു ഹോം. ആൻഡ് നാളെ ഹോപ്പ്ഫുള്ളി വിൽ ബി അവർ ലാസ്റ്റ് ഡേ. അങ്ങനെയാണ് ഇപ്പം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് ദോഹയിലേക്കായിരിക്കും പോകുന്നത്. ദോഹ ടു കൊച്ചി ഇനി എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല, കാരണം അത് ഭയങ്കര തിരക്കുള്ള സെക്ടറാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി വിൽ ബി ബാക്ക് സൂൺ. എന്തായാലും ഇന്ന് നമ്മൾ ശരിക്കും ഒരു ലോക്കൽ രീതിയിലുള്ള ലൈഫ് ടോട്ടലി എൻജോയ് ചെയ്തു. അത് ഇവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണെങ്കിലും സർക്കസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവരുടെ എന്താ പറയുക ഫുഡ് ആണെങ്കിലും എന്താണെങ്കിലും. സോ എന്തായാലും ഒരു നല്ല ദിവസമായിരുന്നു. ആൻഡ് ഹോപ്പ്ഫുള്ളി ഞാൻ പറഞ്ഞ ടുമോറോ വിൽ ബി ലാസ്റ്റ് ഡേ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫൈനൽ ഷോപ്പിംഗ് നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ അതിൻ്റെയൊക്കെ വ്ളോഗായിട്ട് നാളെ വരാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.